വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജസ്ന ഫ്രാൻസിസ്. തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഇന്നൊരു മിന്ത്ര ഡ്രസ് ഹാളാണ്. മിന്ത്ര എന്നുള്ള നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി കോട്ടൺ ഡ്രസ്സസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സസും തന്നെ 1000 രൂപയിൽ താഴെ വരുന്നതാണ്. 1-2 കുറച്ച് കൂടുതലുണ്ട്. ആ ഒരു പ്രൈസിന് വേർത്ത് ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കുക, നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഡ്രസ്സാണ് ഫസ്റ്റ് വൺ. ഇതൊരു നല്ല ഭംഗിയുള്ളൊരു പാരറ്റ് ഗ്രീൻ കളറിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. നല്ലൊരു ലൈൻ പാറ്റേണിലുള്ള ഒരു ഡ്രസ്സാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നത്, ഓൾമോസ്റ്റ് മാക്സി ലെങ്ത്തിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിയുള്ള ഒരു കോളർ പാറ്റേൺ ഒക്കെയാണ് വന്നേക്കുന്നത്. ഇത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഒരു പ്രത്യേകതയുള്ള ഒരു സ്ലീവാണ്. എന്താ ഇച്ചിരി ലൂസായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് ഈ ഒരു സ്ലീവ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ബട്ടർ ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് ഓൾമോസ്റ്റ് ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു സ്ലീവാണ്. നല്ല ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ്. കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പം ന്യൂഡ് ഷെയ്ഡിലുള്ള ഇന്നേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഓക്കെ ആണ്, ട്രൈ ചെയ്യാം. കംഫർട്ടബിൾ അല്ലെങ്കിൽ സ്ലിപ്പ് യൂസ് ചെയ്യേണ്ട വരും കേട്ടോ. ഇതിന്റെ വേറൊരു ഹൈലൈറ്റ് ആണ് ഈ ഒരു ആപ്ലിക് വർക്ക്. ആ ഒരു ഗ്രീൻ കളറിനോട് നന്നായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കളറിലാണ് ഈ ഒരു ഫ്ലവേഴ്സ് വന്നേക്കുന്നത്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഞാൻ എടുത്തേക്കുന്ന മീഡിയം സൈസ് ആണ്, പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം. ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നു. ഇനിയുള്ള ഡ്രസ്സസ് ഒക്കെ ഒരു 1000 റേഞ്ചിൽ വരുന്ന ഡ്രസ്സസ് ആണ് കേട്ടോ. ഈവൻ 800 രൂപ താഴെ വരുന്ന ഒരെണ്ണമുണ്ട്. പ്രൈസിനനുസരിച്ച് ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ട്. ബട്ട് എല്ലാം നല്ല കോട്ടൺ മെറ്റീരിയലിലാണ് വന്നേക്കുന്നത്. അടുത്തത് ഈ ഒരു ടയർഡ് ഡ്രസ്സാണ്. ആക്ച്വലി നമുക്കൊരു ബ്രാൻഡ് ഉണ്ട്, ലാഫ ഡിസൈൻസ് എന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് റീസെൻ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡ്രസ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഈ ഒരു പാറ്റേണിൽ, പക്ഷേങ്കിൽ ഈ ഓപ്പോഷനിൽ കുറച്ച് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഡ്രസ്സാണ് ഓർമ്മ വന്നത്. ഇത് നല്ല കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു സ്ലീവ്ലെസ് ഡ്രസ്സാണ്. എന്നിട്ട് ഇങ്ങനെ 3 ടയർ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെ നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അപ്പം സ്റ്റീം അയണൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ഡ്രസ്സസ് ഉണ്ടല്ലോ, ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഒന്ന് സ്റ്റീം അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഈ പ്ലീറ്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. ഇടുമ്പോഴൊക്കെ നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്നവർക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡ്രസ്സാണ്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. 3 ടയറിൽ വരുന്നതാണ്. അത് മാത്രമല്ല നല്ലൊരു ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതാ കോട്ടൺ മെറ്റീരിയലിൽ തന്നെ നല്ലൊരു ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ ബാക്ക് പോർഷനിൽ ഇതാ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. നല്ലൊരു ക്ലോത്ത് ബട്ടൺ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഡ്രസ്സ് തന്നെയാണിത്. ഇനിയുള്ള ഡ്രസ്സസ് ഒന്നും ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല, പക്ഷേ എങ്കിൽ ഇട്ടിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാനിത് എടുത്തേക്കുന്നത് മീഡിയമാണ്. അപ്പോൾ ഞാൻ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആണെന്ന്. അപ്പം ഞാൻ എടുത്തേക്കുന്ന എല്ലാം എൻ്റെ സൈസ് ചാർട്ട് നോക്കിയിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഡ്രസ്സ് കുറച്ച് ടൈറ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൈസ് അപ്പ് ചെയ്തെടുത്തോളൂ. ട്രൈ ചെയ്ത് നോക്കാം. ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തത് വേറൊരു കോട്ടൺ ഡ്രസ്സാണ്. ഈ ഒരു പാറ്റേണിൽ വരുന്നൊരു കോട്ടൺ ഡ്രസ്സാണ്. നല്ലൊരു കളർ തന്നെയാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ. എന്നിട്ട് സ്ലീവൊക്കെ ഇതാ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. 3/4 സ്ലീവാണ്. ഇച്ചിരി കയറിയ ഒരു ടൈപ്പ് നെക്കാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്. നല്ല ഭംഗിയായിട്ടൊരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പോക്കറ്റ്, 2 സൈഡിലും പോക്കറ്റൊക്കെ ഉള്ള ഒരു ഡ്രസ്സാണ്. ഷോർട്ട് ഡ്രസ്സാണ്. ഷോർട്ട് ഡ്രസ്സ് ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് ഒരു ഓഫ് വൈറ്റ് കളർ വന്നേക്കുന്ന ഒരു ഷർട്ട് ഡ്രസ്സാണ്. ഇതൊരു സ്ലീവ്ലെസ് മോഡലിലാണ് വന്നേക്കുന്നത്. മെറ്റീരിയലിനെ പറ്റി ഒന്നും പറയാനില്ല, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇതാ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സൈഡ് പോക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ എടുത്തേക്കുന്നത് ലാർജ് സൈസാണ്. നെക്സ്റ്റ് വൺ ഒരു കോട്ടൺ ഡ്രസ്സ് തന്നെയാണ്. കോട്ടൺ പ്രിന്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇത് ആക്ച്വലി കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. 800 രൂപയിൽ താഴെയാണ് വരുന്നത്. ഇങ്ങനെ ഒരു പഫ് സ്ലീവ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. എലാസ്റ്റിക്കേറ്റഡ് സ്ലീവാണ്. എന്നിട്ട് ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ടാണ് കിടക്കുന്നത്. 3-4 ലെയേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു കോട്ടൺ മെറ്റീരിയലിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ക്യാഷ്വൽ വെയറിനും ഓഫീസ് വെയറിനും കോളേജ് വെയറിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ട്രൈ ചെയ്ത് നോക്കിയോളൂ. അടുത്തതും സെയിം ടൈപ്പ് മെറ്റീരിയലിലാണ് വന്നേക്കുന്നത്. വേറൊരു പാറ്റേണും കളറൊക്കെയാണ്. കോളർ ടൈപ്പ് പാറ്റേണിലാണ് വന്നേക്കുന്നത്. ഒരു പഫ് സ്ലീവാണ്. എന്നിട്ട് ഇങ്ങനെ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പൊതുവേ ഈ ഒരു ടൈപ്പ് ലേസിനോട് വലിയ താല്പര്യമില്ല. എന്നെ സംബന്ധിച്ചത് ഓക്കെ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഈ സ്റ്റൈൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ 1, 2, 3, 4 ലെയേഴ്സിൽ വരുന്നൊരു കോട്ടൺ ഡ്രസ്സാണ്. കോട്ടൺ പ്രിൻറ്റഡ് മെറ്റീരിയലാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കാഷ്വൽ വെയർ ആയിട്ടും കോളേജ് വെയർ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഇടാനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. പിന്നെ ഇതിനും ഈ പറഞ്ഞ പോലെ കുറച്ച് തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. പക്ഷേങ്കിൽ പ്രിൻറ്റഡ് ആയതുകൊണ്ട്
യൂസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓ മൈ ഗോഡ്, ലാസ്റ്റ് ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സാണ്. കംഫർട്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ ആക്ച്വലി എൻ്റെ ഒരു ഫേവറേറ്റ് മെറ്റീരിയൽ. ഈ ഒരു മെറ്റീരിയലിൽ തന്നെ ഞാൻ മിന്ത്രയിൽ ഒരു കോഡ് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെസ്റ്റ് സൈഡിൻ്റെ ചില ഡ്രസ്സുകളിലൊക്കെ ഇങ്ങനത്തെ മെറ്റീരിയൽ വരും. പിന്നെ കൂടുതലും ബേബീസിൻ്റെ ഡ്രസ്സസിനൊക്കെ ഈ ഒരു മെറ്റീരിയലാണ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് സ്ലീവ് വന്നിട്ട് ഇവിടെ ഒരു കണക്റ്റിംഗ് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2 ലെയർ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു കർവി വി നെക്കൊക്കെയാണ് വന്നേക്കുന്നത്. നീളത്തിന് തൊട്ട് താഴെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കാണിക്കുമ്പോൾ മനസ്സിലാവും. ലാർജ് സൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് ലൂസ് ഫിറ്റ് ആണെന്ന് തോന്നുന്നു. ലൂസ് ഫിറ്റിൽ കിടക്കുന്നത് തന്നെയായിരിക്കും ഇത് ഭംഗി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.